എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ അടിപൊളി വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഗ്രിൽ ചിക്കൻ. മസാലയൊന്നും ഇല്ലാതെ നമ്മൾ പുതിനയൊക്കെ ഇട്ടിട്ട് നമ്മളെ ഗ്രിൽ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളൊരു മുഴുവൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മസാല റെഡിയാക്കാം. ഒരു മിക്സി ജാർ എടുത്തിട്ട് ഒരു പിടി പുതിന, ഒരു 5 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം, അതുപോലെ 1 ടീസ്പൂണ് തൈര്. ഇതുകൂടെ ഇട്ടിട്ട് നന്നായി മിക്സിയിലൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടേ നല്ല രീതിയിലൊന്ന് കത്തി വെച്ചിട്ട് എല്ലാവിടെയും ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവിടെയും ഇട്ട് കൊടുക്കുക. എത്രയും കൂടുതൽ ലൈൻ ഇട്ട് കൊടുക്കുക അത്രയും നല്ലതാണ്. അപ്പം മസാല എല്ലാം ചിക്കനിലോട്ട് നല്ലോണം കയറി പിടിച്ചോളും. അപ്പോൾ നമ്മൾ മസാല അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുരുമുളക് പൊടി കൂടെ ചേർത്താവുന്നതാണ്. നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് അത് ഓൾറെഡി എരിവുണ്ടാവും. നിങ്ങൾക്ക് ഓപ്ഷനാണ്. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ ഒരു 1/2 മുറി നാരങ്ങ നീര് കൂടെ ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കനെ ഈ മസാലയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം. 1 മണിക്കൂറിൽ കൂടുതൽ നിങ്ങളൊരു ഹാഫ് ഡേ റെസ്റ്റിന് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, മസാല ഇതേപോലെ വീട്ടിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ മസാലയിൽ ഒന്ന് മിക്സി കൊടുത്തിട്ട് ചിക്കനെ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. റെസ്റ്റൊക്കെ കഴിഞ്ഞ് നല്ല മസാലയൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ നേരെ ഓവനിലോട്ടങ്ങ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റൗവൊക്കെ കത്തിച്ച് നല്ല പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് കയറ്റി ഒരു 25 to 30 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും തന്നെ നമ്മുടെ അടിപൊളി നമ്മുടെ ചിക്കൻ ഗ്രില്ല് റെഡിയാവും കേട്ടോ. ഒരുവിധം നമ്മുടെ ചിക്കൻ ഗ്രില്ലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നെയ്യൊക്കെ നല്ല രീതിയിൽ ഉരുകി താഴെ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് എടുത്തിട്ടേ ടേസ്റ്റൊക്കെ നോക്കാം. കിടിലൻ സാധനം കേട്ടോ. എന്താ മണറിയോ, ഉഫ്, കളറും. അപ്പോൾ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടേ നമുക്ക് കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് കുബൂസും ക്യാരറ്റും കുക്കുംബറൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് മയണൈസൊക്കെ റെഡിയാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കാം. ഓഹോ, നല്ല പൂ പോലെ നല്ല രീതിയിൽ വെന്തുണ്ട് കേട്ടോ. കാലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസി ചിക്കനാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഗൈസ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.